ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻട്രോവേർട്ടുകൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻട്രോവേർട്ടുകളും ഒരേ സ്റ്റേജിൽ കൂടെ കടന്നു പോകണമെന്നൊന്നുമില്ല. നമുക്കറിയാം, ഇൻട്രോവേർട്ടുകളിൽ തന്നെ പലതരത്തിലുള്ള ഇൻട്രോവേർട്ടുകളുണ്ട്. ഫീലിംഗ് ടൈപ്പ് ഇൻട്രോവേർട്ടുകളുണ്ട്, തിങ്കിങ് ടൈപ്പ് ഇൻട്രോവേർട്ടുകളുണ്ട്, വല്ലാണ്ട് സൈലൻ്റ് ആയിട്ടുള്ള ഒതുങ്ങിക്കൂടുന്ന രീതിയിലുള്ള ഇൻട്രോവേർട്ടുകളുണ്ട്, ഒരു ആംബിവേർട്ടിൻ്റെ ഒക്കെ ഒരു ലെവലിലേക്കുള്ള ഇൻട്രോവേർട്ടുകളുണ്ട്. അങ്ങനെ അതായത് ഇൻട്രോവേർഷൻ്റെ തോത് ഒരുപാട് കൂടുതലും കുറവുള്ള ഇൻട്രോവേർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടേതായ ജീവിത സാഹചര്യത്തിനനുസരിച്ച്, അവരുടെ ഒരു പ്രായത്തിനനുസരിച്ച്, അവരുടെ ഒരു കോണ്ടെക്സ്റ്റ് ഏത് സാഹചര്യത്തിലാണോ അവർ ഇടപെടുന്നത് ഉള്ളത് അതിനനുസരിച്ചിട്ടൊക്കെ അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലും ആ ഒരു ഇൻറ്റൻസിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. സാധാരണ ഒരു ഇൻട്രോവേർട്ട് അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അനുഭവിച്ചതും എൻ്റെ ഒബ്സർവേഷനിൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻട്രോവേർട്ടായ സുഹൃത്തുക്കളോ പാർട്ട്ണറോ അച്ഛനോ അമ്മയോ ആരെങ്കിലും കസിൻസോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും. ഇൻട്രോവേർട്ടുകളുടെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, പൊതുവേ ചെറുപ്പം മുതലേ നമ്മൾ അനുഭവിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഫാമിലിയിൽ എക്സ്ട്രോവേർട്ടുകൾ കുറേ ഉണ്ട് വിചാരിക്കുക. അതിൽ ഇൻട്രോവേർട്ടായിട്ട് ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടായിരിക്കും, എന്താണ് അധികം സംസാരിക്കാത്തത്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്, എന്താണ് ഒരു കല്യാണത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു മുക്കിൽ പോയിരിക്കുന്നത് എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഇൻട്രോവേർട്ടുകളും തീരെ സംസാരിക്കാത്ത, എല്ലാ ബഹളമൊന്നും മാറി നിൽക്കുന്ന അങ്ങനെ ആളുകളല്ല. നമ്മൾ പൊതുവേ എന്താ പറയുക, അപരിചിതരോട് ബഹളം കൂട്ടി സംസാരിക്കുന്ന അങ്ങനെയുള്ള ടൈപ്പുള്ള ആളുകളല്ല എന്നത് പൊതുവെ ഇൻട്രോവേർട്ടുകളുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ മുഴുവൻ സമയം മൂടിക്കെട്ടി എല്ലാ ബഹളിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകളല്ല ഇൻട്രോവേർട്ടുകൾ. അങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ ഈ സമൂഹത്തിൽ പല ആളുകൾക്കും ഉണ്ട്. നമുക്ക് വളരെയധികം കംഫർട്ടബിളായ ആളുകളോട് നമ്മൾ വളരെ എക്സ്ട്രോവേർട്ടുകളെ പോലെ പെരുമാറുകയും വളരെ പാഷനേറ്റായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ പൊതുവെ എക്സ്ട്രോവേർട്ടുകൾ ചെയ്യുന്ന ഈ എന്താ പറയുക, ഒരാളോട് അങ്ങോട്ട് ചാടിക്കറി സംസാരിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും പലപ്പോഴും ചെയ്യില്ല എന്ന് മാത്രം. അപ്പോൾ ചില ആളുകൾക്ക് ഇൻട്രോവേർട്ടുകൾ കാര്യമായ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടായിരിക്കും, നെർവസ്നെസ് ഉണ്ടായിരിക്കും. ഞാനൊക്കെ ആ കൂട്ടത്തിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടെൻസ്ഡ് ആവും. ചെറിയൊരു കാര്യം മതി നമ്മൾ ഭയങ്കരമായിട്ട് നെർവസ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളോട് ചാടിക്കയറി അങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു സംഗതി നമുക്ക് ഉണ്ടാവണമെന്നില്ല പൊതുവെ ഇൻട്രോവേർട്ടുകൾക്ക്. പക്ഷേ ചില ആളുകൾ അങ്ങനെയല്ല, ആളുകളുടെ അങ്ങോട്ട് കയറി സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ബഹളം കൂട്ടി സംസാരിക്കേണ്ട കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഇൻട്രോവേർട്ടുകളുടെ ഒരു രീതിയിൽ കയറി സംസാരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇൻട്രോവേർട്ടുകളിൽ ഫീലിംഗ് ടൈപ്പ് ആളുകളുണ്ട്, അതേപോലെ തിങ്കിങ് ടൈപ്പ് ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ INFJ INFP ഒക്കെ നോക്കുന്ന സമയത്ത് ഫീലിംഗ് ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് ഇൻട്രോവേർട്ടുകളാണ് INFJ INFP ഒക്കെ, വളരെ സെൻസിറ്റീവായിട്ടുള്ള ടൈപ്പ് ആളുകൾ. INTJയിലേക്ക് വരുന്ന സമയത്ത് അവരെ കാണുമ്പോൾ പൊതുവെ ആളുകൾക്ക് ഭയങ്കര അറഗൻ്റായ ടൈപ്പ് ആളുകളാണെന്നൊക്കെ പൊതുവേ വിവരമില്ലാത്ത ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. അവർ ഈ ഫീലിങ്സിനോ ഇമോഷൻസിനോ ആ രീതിയിൽ ഷെയർ ചെയ്യുന്നതിനൊന്നും പലപ്പോഴും വലിയ താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല. അവർക്ക് ഈ ലോജിക്കലി കറക്റ്റായിട്ടുള്ള സാധനങ്ങളോടായിരിക്കും അവർ കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കും. പലപ്പോഴും ഇവർക്കൊരു അർഗൻസ് ലെവലിലേക്കൊക്കെ അങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട് INTJ ഒക്കെ. പക്ഷേ ഉള്ളിൽ വളരെ സോഫ്റ്റ് നേച്ചേർഡായ ആളുകളാണ് INTJ. എനിക്കൊരു INTJ ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ അവരെ ഇമോഷണലി നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ വായിലിരിക്കണം മുഴുവൻ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. ഇങ്ങനെയൊക്കെ അവസ്ഥകളുണ്ട്. അവർക്ക് ആ ഇമോഷണലായിട്ടുള്ള അവരുടെ ഒരു ഫീലിംഗ് ആയിട്ടുള്ള നേച്ചർ എക്സ്പ്രസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും പൊതുവെ ഇൻട്രോവേർട്ടുകൾ മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ അറഗൻ്റായ, എന്താ അവൻ്റെ അഹങ്കാരം, അല്ലെങ്കിൽ എന്താ അവളുടെ ജാട, അവൾ ആരാന്ന വിചാരം, ഒരാളുടെ സംസാരിക്കൂല, അഹങ്കാരിയാണ്, അങ്ങനെയൊക്കെ പൊതുവെ ഒരു വർത്താനൊക്കെ ഇൻട്രോവേർട്ടുകൾ പലപ്പോഴും കേൾക്കലുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, വളരെ പാഷനേറ്റായ ഇൻട്രോവേർട്ടുകൾക്കും ഈ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വളരെ സെൻസിറ്റീവായ ആളുകളൊക്കെ ആയിരിക്കും. പക്ഷേ പൊതുവേ സമൂഹത്തിലുള്ള ആളുകൾ പറയുന്നത് വെച്ചാൽ അവൻ്റെ ഒരു വിചാരം എന്തോ വലിയ സംഭവമാണെന്നാണ്, അല്ലെങ്കിൽ ഭയങ്കര ക്രൂവലായ ആളുകളാണ് എന്നൊക്കെ പലരും ഇങ്ങനെ ജഡ്ജ് ചെയ്ത് കളയും പലപ്പോഴും നമ്മളെ. അത് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. അവർക്ക് എന്താണ് ഇൻട്രോവേർട്ടഡായ ആളുകൾ, എന്താണ് ഇൻട്രോവേർഷൻ, എന്താണ് സോഷ്യൽ ആങ്സൈറ്റി, എന്താണ് ഈ ഇൻട്രോവേർട്ടുകളുടെ നെർവസ്നെസ്, ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വേറൊരു കാര്യം, ഭീകരമായ കമ്പാരിസനാണ്. ഇപ്പോൾ നമ്മളോട് പറയുന്നുണ്ടാവും, മറ്റേ ആളെ കണ്ടില്ലേ, നിനക്കതുപോലെ എന്താണ്, നീ മാത്രം എന്താ ഇങ്ങനെ എന്നൊക്കെ. നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് നമ്മുടേതായ കാര്യങ്ങളിൽ മുഴുകി നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ആളുകളോട് സംസാരിക്കാനുള്ള സോഷ്യൽ ബാറ്ററിയൊക്കെ വളരെ ലോ ആയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എക്സ്ട്രോവേർട്ടായ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാളെപ്പോലെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ട് ഇത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
ഇപ്പം നമ്മൾ ഒരാൾ ഇപ്പോൾ അണ്ണാൻ മരം കയറും, ഓക്കെ, നമ്മൾ അണ്ണാനോട് പറയാണ്, അണ്ണ അനക്ക് നീന്തിക്കോടെ, ഇത് അവരൊക്കെ നീന്തുന്നുണ്ടല്ലോ, അനക്ക് വെള്ളത്തിലിറങ്ങി നീന്തിക്കോടെ എന്ന് അണ്ണാനോട് പറഞ്ഞുള്ള അവസ്ഥ എന്താണ്? ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കും. അതേപോലെ ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന മീനാണെങ്കിൽ ഇരിക്കും, മീനിനോട് പറയുകയാണ് അനക്ക് അണ്ണാനെ പോലെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടന്നോടെ എന്ന് ചോദിച്ചുള്ള അവസ്ഥ എന്താണ്? ഇതുപോലെയുള്ളൂ എക്സ്ട്രോവേർട്ടുകളെ ചൂണ്ടിക്കാണിച്ച് ഇൻട്രോവേർട്ടുകളുടെ അതുപോലെ ആയിക്കോട്ടെ എന്നൊക്കെയുള്ള പ്രശ്നം. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഇൻട്രോവേർട്ടുകളായ ആളുകൾക്ക് എക്സ്ട്രോവേർട്ടുകളെ പോലെ ബിഹേവ് ചെയ്യാനൊക്കെ സാധിക്കും കുറച്ച് സമയത്തൊക്കെ. ഫോർ എക്സാമ്പിൾ, നല്ല പബ്ലിക് സ്പീക്കേഴ്സ് ഉണ്ട് ഇൻട്രോവേർട്ടുകളായ ആളുകൾ, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്. അവർക്കൊരു 100, 500, 1000 ആളുകളെ അവർ ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ അടിപൊളിയായിട്ട് സംസാരിക്കാൻ കഴിയും. പക്ഷെ അത് കുറേ നേരത്തേക്ക് പറ്റൂല എന്ന് മാത്രം. ഇപ്പോൾ ഫിക്സഡ് ആയിട്ട് ഇപ്പോൾ 1 മണിക്കൂറെന്നോ 1/2 മണിക്കൂറെന്നോ 1.5 മണിക്കൂറെന്നോ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്ട്രോവേർട്ടറായിട്ട് ഊർജ്ജം ചിലവഴിച്ച് സംസാരിക്കാനും ഒക്കെ ഇടപഴകാനും ഒക്കെ നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും അങ്ങനെ ആവില്ല എന്ന് മാത്രം. അതാണ് ഇൻട്രോവേർട്ടുകൾ. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ഇൻട്രോവേർട്ടുകളെ കുറിച്ച് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോസ്റ്റിംഗ്. ഇപ്പോൾ പലരും പറയുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഡെയിലി നമുക്കൊരാൾ മെസ്സേജ് അയക്കേണ്ടി വിചാരിക്കുക, എപ്പോഴും വോയിസുകൾ, വാട്സപ്പിൽ വോയിസുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു, ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നു. നമുക്ക് ആദ്യത്തെ 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ എന്തെങ്കിലും സെറ്റ് ആവുണ്ടായിരിക്കും. പിന്നെയുള്ള അവസ്ഥ എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടൊരു പൊട്ടലുണ്ടായിരിക്കും. നമുക്കിത് മാനേജ് ചെയ്യാൻ പ്രശ്നമാണ്. അതായത് നമുക്ക് ഈ സോഷ്യൽ മീഡിയ എക്സോഷൻ, അതേപോലെ ഭയങ്കര ടയേർഡാവും നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണലി ഇത് ബാധിക്കേണ്ടായിരിക്കും. നമുക്കതിന് മാത്രമുള്ള ഊർജ്ജം ഉണ്ടായിരിക്കില്ല അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുക്കേണ്ടായിരിക്കും. ഫേസ്ബുക്ക് ചിലപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ 3 ദിവസം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടാവില്ല, വാട്സപ്പ് ചിലപ്പോൾ ഒരാഴ്ച ഉപയോഗിക്കുന്നുണ്ടാവില്ല, അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഇതിലൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അനുഭവങ്ങളിൽ നിന്നും നമ്മളിങ്ങനെ മെച്യൂർഡായി വരുന്നതിനനുസരിച്ച്, പ്രായം കൂടി വരുന്നതിനനുസരിച്ച് ഇതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഏത് മേഖലയിലുള്ളത് ഇതൊക്കെ ഡിസൈഡിങ് ആയ ഫാക്ടേഴ്സാണ്. അപ്പോൾ പലരും പറയും 2 ദിവസം 3 ദിവസം എന്നോട് നല്ല രസമായിട്ട് സംസാരിച്ചു, അപ്പോൾ ഇപ്പം 3 ദിവസമായിട്ട് ആളുടെ ഒരു വിവരമില്ല, ഒരു പോക്ക് പോയി, ആളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ചീറ്റ് ആയ ഒരാളാണ് ഇൻട്രോവേർട്ട് എന്നൊക്കെ പലരും പറയലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പലരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ. പിന്നെ വേറെ വലിയൊരു കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഒരാൾ ഒരു ട്രിപ്പ് പോവുകയാണ്, കുറച്ച് ആളുകൾ ട്രിപ്പ് പോവുകയാണ്, അവർ നമ്മൾ ഇൻട്രോവേർട്ടായ ഒരാളവിടെ ഉണ്ടെങ്കിൽ പറയും അവൻ ട്രിപ്പിനൊന്നും വരില്ല, അല്ലെങ്കിൽ അവൾ ട്രിപ്പിനൊന്നും വരില്ല, എന്നിട്ട് എന്താ അഹങ്കാരം, അതുകൊണ്ട് ചിലപ്പോൾ മൈൻഡിലുണ്ടായിരിക്കും, ട്രിപ്പിനൊന്നും വരില്ല, എന്നിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യും നേരത്തെ കൂട്ടി. ഒരു കാര്യം മനസ്സിലാക്കുക, വീടിന് വെളിയിൽ ഇറങ്ങാത്ത, ട്രിപ്പിന് പോവാത്ത, പബ്ബിൽ പോവാത്ത, ആളുകളുമായിട്ട് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡായിട്ട് നിൽക്കുന്ന, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത, റെസ്റ്റോറൻറ്റിൽ പോകാൻ ആഗ്രഹിക്കാത്ത ആളുകളൊന്നല്ല ഇൻട്രോവേർട്ടുകൾ. ഓക്കെ, നമുക്ക് കമ്പനിയായി സെറ്റായ ആളുകളുടെ കൂടെ അടിച്ചു പൊളിക്കാനൊക്കെ ഉള്ള ഊർജ്ജമൊക്കെ നമുക്കുണ്ട്. പക്ഷെ ആളുകൾ പലപ്പോഴും ഇങ്ങനെയുള്ള സോഷ്യൽ ഗ്യാതറിങ്ങിലേക്ക് നമ്മളെ പലപ്പോഴും അങ്ങനെ എന്താ പറയുക, നേരത്തെ കുട്ടി ജഡ്ജ് ചെയ്തിട്ട് ഇയാൾ ഇതിലൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. അത് സ്കൂളുകളിൽ മുതൽ, ചെറിയ പ്രായം മുതൽ കളിസ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കല്യാണത്തിന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, പിക്നിക്കിന് പോകുമ്പോൾ, ട്രിപ്പ് പോകുമ്പോൾ, ടൂറൊക്കെ പോകുമ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ ഊട്ടിക്കൊരു ട്രിപ്പ് പോകുമ്പോൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഭയങ്കര ഫേക്കായിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടി സംസാരിക്കുന്ന, ഫേക്കായിട്ട്, അതായത് അപ്പിയറൻസിലും ഇതിലും ഇതൊക്കെ വളരെ ഫേക്കായിട്ട് ഇങ്ങനെ കാട്ടിക്കുട്ടി രീതിയിൽ വലിയ ആർഭാടം കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന കുറേ ആളുകളുടെ കൂടെ ഒരു ട്രിപ്പ് പോകേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നു വിചാരിക്കുക. എന്നിട്ട് ആ ബസ്സിൽ നമുക്ക് മൈക്ക് വന്നിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അവർ ആർപ്പ് വിളിയും പരിപാടികൾ അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മൾ അങ്ങോട്ട് കയറി സംസാരിക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഭയങ്കര വിഷയമാണ്. ഇത് ഒരു ഇൻട്രോവേർട്ടിനെ സംബന്ധിച്ചോളം ഇതൊക്കെ വലിയ വിഷയമാണ്. എന്ന് കരുതി നമ്മൾ ഒരാളുടെ അടുത്ത് മുണ്ടൂല എന്നല്ല ഇതിനർത്ഥം. നമുക്ക് ഒന്ന് സെറ്റായി വരാൻ ടൈം എടുക്കും. ചില എക്സ്ട്രോവേർട്ടുകൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഇൻട്രോവേർട്ടുകൾക്ക് ഇത് കൂടുതലായിരിക്കും. എനിക്കെന്തായാലും ഇത് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഒരു ഇൻട്രോവേർട്ട് എന്ന ലെവലിൽ സാധാരണ ആളുകൾ അനുഭവിക്കുക, ഇൻട്രോവേർട്ടുകൾ. പിന്നെ ഇൻട്രോവേർട്ടുകളിൽ തന്നെ നമുക്ക് പറഞ്ഞു ഫീലിംഗ് ടൈപ്പും ജഡ്ജിങ് ടൈപ്പൊക്കെ ഉണ്ട് പറഞ്ഞു. അതായത് ഒരാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവായ ഒരു കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫീലിംഗ് ടൈപ്പ് ഇൻട്രോവേർട്ടാണെങ്കിൽ ഇത് കാര്യമായി ബാധിക്കും. മാത്രമല്ല, പക്ഷേ തിങ്കിങ് ടൈപ്പ് ഇൻട്രോവേർട്ടുകൾക്ക് ഒരു പക്ഷേ ഇതങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്നുണ്ടാവില്ല. ഫീലിംഗ് ടൈപ്പ് ഇൻട്രോവേർട്ടുകൾ അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടായിരിക്കും. തിങ്കിങ് ടൈപ്പിനും ഫീൽ ചെയ്യും, പക്ഷെ അത് പുറത്ത് അവർ കാണിക്കുന്നുണ്ടാവില്ല. ഫീലിംഗ് ടൈപ്പ് ഇൻട്രോവേർട്ടുകളെ ഇത് കാര്യമായിട്ട് ഹോണ്ട് ചെയ്യും. അത് അവർ വേറൊരു കാര്യം ചെയ്യുമ്പോഴൊക്കെ ഇത് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് INFJ, INTJക്കൊക്കെ എന്താ വെച്ചാൽ പൊതുവേ കുറച്ചുകൂടി ബോൾഡായിരിക്കും പല കാര്യങ്ങളിലും. ഉള്ളിൽ വളരെ സോഫ്റ്റ് ആണെങ്കിലും പുറത്ത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പോൾ വളരെ ബോൾഡായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ അതിൽ കാര്യം പറയാം, ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി വിചാരിക്കുക. അപ്പോൾ അവർ പറയണം ഇത് വേണം, മറ്റേത് വേണം, മറിച്ച് വേണം, ചോദ്യങ്ങളും ഇതൊക്കെ ആകുമ്പോൾ നമുക്കിത് ഭയങ്കര പ്രശ്നമാണത്.
അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് ഇൻട്രോവേർട്ടുകൾക്ക്. പിന്നെ അതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ ടർബുലൻറ്റ് ടൈപ്പ് അതേപോലെ അസേർട്ടീവ് ടൈപ്പ് 2 തരത്തിലുള്ള വ്യക്തികളുണ്ട്. എന്താ ടർബുലൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ടി എന്ന വാക്ക് അക്ഷരം കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അസേർട്ടീവ് ടൈപ്പിനെ എ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ കാണിക്കുക, റെപ്രസെൻ്റ് ചെയ്യുക. എന്താണ് ടർബുലൻറ്റ് ടൈപ്പ് പറഞ്ഞാൽ? ടർബുലൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുന്ന ആളുകളെയാണ് ടർബുലൻറ്റ് ടൈപ്പ്. ഞാൻ ആ ടർബുലൻറ്റ് ടൈപ്പുള്ള ആളാണ്, കാര്യമായി പെട്ടെന്ന് നെർവസ് ആവുന്ന ആളുകൾ. അസേർട്ടീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന, ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ആളുകളെയാണ് നമ്മളെന്ത് പറയുക, അസേർട്ടീവ് ടൈപ്പ്. ഇപ്പോൾ INTJ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡായിട്ടുള്ള ഇൻട്രോവേർട്ട് ഒരു തിങ്കിങ് ടൈപ്പ് ആളായിരിക്കും. അപ്പോൾ INFJ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നല്ല ഫീലിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഇൻട്രോവേർട്ടറായിട്ടുള്ള പെട്ടെന്ന് നെർവസ് ആവുന്ന ടൈപ്പ് ഇൻട്രോവേർട്ട്. ഞാൻ INFJ ആണ് എൻ്റെ ഒരു ഇതിലൊക്കെ വന്നിട്ടുള്ളത്, എൻ്റെ ഒരു റിസൾട്ടിലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്, എനിയാഗ്രാം നമുക്കറിയാം. ഇപ്പോൾ 8 Wing 9 എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ഡിഫറെൻ്റായി യുണീക്കായിട്ടുള്ള ഒരു ടൈപ്പ് എനിയാഗ്രാം 8 Wing 9. നമ്മൾ വേറൊരു കാര്യം പറയട്ടോ, നമ്മൾ ഈ എനിയാഗ്രാമിൽ ഇപ്പോൾ 4 ഉണ്ടാവും, ചിലർ 5 ഉണ്ടായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള എനിയാഗ്രാം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു ക്യാരക്ടറിനെ നമ്മളെങ്ങനെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു, നമ്മളങ്ങനെ ഒരു കാര്യത്തെ ഉൾക്കൊള്ളുന്നു, ഇതിലൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. അല്ലെങ്കിൽ ഈ എനിയാഗ്രാം വെച്ചിട്ട് നമുക്ക് ഒരു ആളുടെ ഒരു വേവ് ലെങ്ത്, ഒരു ഐഡിയ, ആളെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചില ഇൻട്രോവേർട്ടുകൾക്ക് റൈറ്റ് റോങ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ഇതുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ഭയങ്കര ഈ ഫേക്ക് വേൾഡിലൊക്കെ ജീവിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പ്രത്യേകിച്ച് ഒരുപാട് ബഹളം കൂട്ടുന്ന ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ജീവിക്കാനൊക്കെ വളരെ പാടായിരിക്കും, വളരെ സ്ട്രഗ്ലിങ് ആയിരിക്കും. ചില ആളുകൾക്കെന്ന് പറഞ്ഞാൽ പുറത്ത് എന്ത് നടന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കുള്ളൂ, എൻ്റെ സമാധാനം സന്തോഷം, അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് സെൽഫിഷ്നെസ് ഒന്നല്ല, സെൽഫ് കെയർ ആണത്. അപ്പോൾ എൻ്റെ ഒരു INTJ ഫ്രണ്ട് INTJ ടർബുലൻറ്റ് ടൈപ്പാണ്. അപ്പോൾ അവർക്ക് ആരെങ്കിലും അവരിങ്ങനെ വെറുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ ഏരിയയ്ക്ക് പിന്നെ പോകില്ല. അങ്ങനെയൊക്കെയുള്ള അതൊരു വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചോളം ആളുകൾക്ക് എന്നെ വെറുപ്പിക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ചില INTJ എന്നുള്ള എൻ്റെ INTJ ഫ്രണ്ട് എന്നുള്ള ചില ക്വാളിറ്റീസ് ഞാൻ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആളുകളെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ അവർ കള്ളത്തര കാണിക്കണ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ചിരിക്കുക, അതെ അങ്ങനെയാണല്ലേ മറ്റേ സമ്മതിച്ചു കൊടുക്കുക, പിന്നെ ആ ഏരിയയ്ക്ക് പോകാണ്ടിരിക്കുക, അല്ലെങ്കിൽ അയാളോട് അങ്ങോട്ട് കയറി സംസാരിച്ച് ഇടപഴകി വലിയ ലെവലിലേക്ക് എത്താണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഒരു സാധനങ്ങളൊക്കെ പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കാണ്ടിരിക്കുക എന്നൊക്കെ. ഇൻട്രോവേർട്ടുകളെ പൊതുവേ ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് വിവരമില്ലാത്ത, ആർട്ടിലൊന്നും താല്പര്യമില്ലാത്ത, പക്കാ ബിസിനസ് മൈൻഡായ ആളുകളാണ്, ഫേക്കായ ആളുകളാണ് പൊതുവേ അങ്ങനെ ചെയ്യൽ. ഇൻട്രോവേർട്ടുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അതൊരു നാട്ടിൻപുറത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കളിസ്ഥലങ്ങളിലായിക്കോട്ടെ, നമ്മുടെ വീട്ടിലായിക്കോട്ടെ ഒക്കെ നമ്മളിത് ബാധിക്കും. അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് മൈൻഡ് സെറ്റുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ, അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മളുള്ളതെങ്കിൽ ഇൻട്രോവേർട്ടുകൾക്ക് കാര്യമായ വാല്യൂ ഉണ്ടായിരിക്കും, മൂല്യമുണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ അക്നോളേജ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന്. അല്ലാത്തവരെ സംബന്ധിച്ചോളം പൊതുവെ എക്സ്ട്രോവേർട്ടുകളാണ് ഈ കാര്യങ്ങളൊക്കെ ഓടിച്ചാടി നടന്നിട്ട് ഇത് ശരി, ഇത് തെറ്റ്, ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടേ ആളുകളെ എന്താ പറയുക മിസ്ലീഡ് ചെയ്യുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയത്. അത് എന്ന് കരുതിയിട്ട് എക്സ്ട്രോവേർട്ടുകൾ മോശം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഫേക്കായി നമ്മൾ പറയില്ലോ, ഈ ഫേക്കായ കുറേ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്, ഫേക്കായ കുറേ ആളുകൾ ഉണ്ടാക്കി വെച്ച കുറേ പ്രാന്തത്തരങ്ങൾ, പൊട്ടത്തരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളെ മോൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമം പലരും ചെയ്യലുണ്ട്, പ്രത്യേകിച്ച് ഫേക്കായ എക്സ്ട്രോവേർട്ടുകൾ. അപ്പോൾ എക്സ്ട്രോവേർട്ടുകൾ എല്ലാവരും ഫേക്കാണെന്നല്ല കേട്ടോ അതിനർത്ഥം. ഫേക്കായ ഇൻട്രോവേർട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം, എന്തായിക്കോട്ടെ, സംഭവം അത്രയേ ഉള്ളൂ. ഇൻട്രോവേർട്ടുകൾക്ക് വളരെ പാഷനേറ്റായ, അല്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടുന്ന ഒരു ആംബിയൻസ് ജീവിക്കാനാണ് എക്സ്ട്രോവേർട്ടുകളെ പോലെ. അങ്ങനെ നമുക്ക് സമാധാനം കിട്ടുന്ന രീതിയിൽ ജീവിക്കാനാണ് ആഗ്രഹം. നമുക്ക് ഈ സോഷ്യൽ ബാറ്ററിയൊക്കെ വളരെ ലോ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു. തളരാണ്ടിരിക്കുക.